അൽ മുസ്ലിമു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റൊരാളെ ദ്രോഹിക്കാത്തവനാണ് മുസ്ലിം. വാക്കുകൊണ്ട് ദ്രോഹിക്കാത്തവൻ മുസ്ലിമാണ്, ദ്രോഹിക്കുന്നവൻ മുസ്ലിമല്ല. ഇന്ന് വളരെ വേദനാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാല് ഒട്ടുമിക്ക ഫിത്നകളുടെയും ആശാന്മാര് പള്ളി കഞ്ചി നേരം നിസ്കരിക്കാൻ വരുന്ന ആളുകളാണ്. അതാണ് ഭയങ്കര ബേജാറ്. പള്ളിയിൽ നന്നായി നിസ്കരിക്കാൻ വരുന്ന ആളുകളാണ് വലിയ ഫിത്നയുടെ ആളുകൾ. എന്നാൽ നിസ്കാരം ഇല്ലാത്ത ആളുകൾ നാവിനൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് ഫിത്നയൊക്കെ ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. സൂക്ഷിക്കണം. അൽ മുസ്ലിമു മുസ്ലിം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. വേദനിപ്പിക്കുന്നവൻ മുസ്ലിമല്ല. സാമ്പത്തികമായി മറ്റൊരാളെ പറ്റിക്കാത്തവനാണ് മുസ്ലിം. പറ്റിക്കുന്നവൻ മുസ്ലിമല്ല. ഗൾഫിലൊക്കെ പോയാല് പല ആളുകളും നമ്മളെ സാമ്പത്തികമായിട്ട് പറ്റിക്കും. എങ്ങനെ ബിസിനസ്സിൽ ഷെയർ കൂടാൻ പറയും. ഈ ബിസിനസ്സിൽ ഇത്ര ലാഭമുണ്ട്, ഇത്ര പൈസ ഇട്ടാൽ നിങ്ങൾക്ക് മാസത്തിൽ ഇത്ര വരുമാനം ഉണ്ടാകും, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പല ആളുകളോടും ഒരു 10 ലക്ഷം 20 ലക്ഷം ഒക്കെ വാങ്ങും. എന്നിട്ട് കൃത്യമായി ആദ്യത്തെ ഒരു 4-5 മാസം പ്രോഫിറ്റ് ഒക്കെ കൊടുത്ത് അയാൾ ഹാപ്പി ആയി ഇരിക്കുമ്പോഴാണ് 6ാമത്തെ മാസം മുതൽ പ്രോഫിറ്റ് കിട്ടൂല. അതെന്ത് പ്രോഫിറ്റ് കിട്ടാത്തത് 6ാമത്തെ മാസം എന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് മെയിൻ്റെനൻസ് നടക്കാണ്, അതുകൊണ്ട് 2-3 മാസം ഉണ്ടാവില്ല. പിന്നെ ഒരു 2 മാസം കൂടി കൊടുക്കും. പിന്നെ കഴിഞ്ഞാൽ വീണ്ടും ഒരു 4-5 മാസം ഉണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡള്ളാണ്, പിന്നെ അങ്ങോട്ട് പൈസയെ കിട്ടൂല. അപ്പൊ ആദ്യത്തെ ഒരു 10 ലക്ഷം വാങ്ങി അതിന് 2-3 ലക്ഷം കൊടുത്തു. പിന്നെ ആ കച്ചവടം പൂട്ടി, അത് ലാഭമില്ല, ഞങ്ങൾ സ്ഥാപനം ഒരാൾക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പച്ചയായി പറ്റിക്കുന്ന കച്ചവടക്കാർ ഇന്ന് നിലവിലുണ്ട്. ഗൾഫിൽ മാത്രമല്ല നാട്ടിലുണ്ട്. അവരൊന്നും മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂല. ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുന്നവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്ന് അവന്റെ കൈകളിൽ നിന്ന് മറ്റുള്ളവരാൽ രക്ഷപ്പെടുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മളാരും